ഇപ്പൊ നമ്മളെത്ര പേര്? ഇപ്പൊ 3 പേര്. നീ കിടന്നു നോക്കി, ബെഡൊന്നും ഇല്ല, എല്ലാം കൊണ്ടുപോയാ. ഇതൊക്കെ ആരുടെ നമ്മടെ ഇത് പിന്നെ സംഭവം ഉണ്ടട്ടാ. ഇവിടെ ഒരു ഇത് ഞാൻ കണ്ടുപിടിച്ചു. അടക്ക എടുക്കട്ടെ. ഒരു കറിയാ മേടിക്കാ. എന്തെങ്കിലും ഉണ്ടോ കയ്യില്? കയ്യില് കുറച്ച് ഫുഡ്, കുറച്ച് വുഡ് ഒക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പൊട്ടാറ്റോ ക്യാരറ്റ് ഒക്കെ ആയാലോ. 0 kills 50k നിന്റെ ക്യാഷ് ഒക്കെ. ക്യാഷ് കൊണ്ടൊക്കെ എന്താ യൂസ് ആവോ? 50k ഡ്യൂപ്ലിക്കേറ്റ് ആടാ. കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോ എടുക്കട്ടെ. വീഡിയോ എടുക്കുമ്പോ ഞാൻ കാണിച്ചില്ല. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ ഓണാണ് എപ്പോഴോ. ആണോ? ഹലോ ഹലോ പറഞ്ഞോ. ഹലോ എന്നാ ഇനി ഇതാണ് എന്റെ ഗിഫ്റ്റ്. എടുത്തോളൂ. ഒരു സ്റ്റാക്ക്. എന്റെ നീ പക്കാ എന്തേലുണ്ട്. ഒരു സ്റ്റാക്ക് എന്തേലുണ്ട്. ഓ നൈസ്. പിന്നെ ബാക്കി വെറുതെ 28 കൂടി ഉണ്ട്. ഒരു 2 സ്റ്റാക്ക് 28. ഓ നൈസ്. മതി തൽക്കാലത്തേക്ക് വരെ മതി, ധാരാളം. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ വില്ലേജേഴ്സ് ഒക്കെ എവിടെ പോയി എന്നുള്ള. ഞാൻ 3 പൂട്ടിട്ടുണ്ട്. എന്താ ബുദ്ധിമാൻ, നീ രക്ഷിച്ചു നമ്മളെ. 1 2 വരെ പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുത്തനെ അവിടെ പൂട്ടിട്ടുണ്ട്. മതി, 2 പേര് ധാരാളം. അയ്യോ ആരാ മോനെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. നിങ്ങളെ 2 പേരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇതില് PvP ഓണാണല്ലേ, SMB എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ചാവല്ലേ. റീസ്പോൺ വല്ലതും ഉണ്ടാ? ഒന്നില്ലല്ലോ ഇതില്. അതുമില്ല. ഒക്കെ ബെഡൊക്കെ പൊടിച്ചിട്ടുണ്ട്. ആരാണ്ട് നമ്മുടെ ബേസിനെ എവിടേക്ക് ഓടിയോ. അടുത്തൊരു സർപ്രൈസും കൂടി ഉണ്ട്. അവിടെ ഉണ്ട്. ഇതെന്തത്? എടാ എല്ലാ ഫുഡും കൊണ്ടുവന്നാ നീ. സ്നൈപ്പർ. ഗെയിമത്തെ എല്ലാ ഫുഡും കൂടി ഉണ്ട്. എല്ലാതും കൊണ്ടുവന്നാ നീ. ബെഡല്ലേ ഇരിക്കുന്നേ. ഒരെണ്ണുള്ളൂ. സ്കെൽറ്റൻ. കൊന്നു. കമോൺ. കയ്യോ വാടാ. അയ്യോ ഒരു ആട്ടാ. ചാവല്ലേ. റീസ്പോൺ പോയിന്റ് സെറ്റ്. അങ്ങോട്ട് വാ. ആ ബെഡ് ജസ്റ്റ് ചെയ്യ്. ഓക്കെ. ഇവിടുത്തെ സോംബിൻ ഞാനിപ്പ ചാവും. ഓ ഫുഡ് കഴിക്കടാ. ഇവിടെ ഇത്തിരി കവിനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു സോംബി ഉണ്ട്, നോക്കണ്ട. അയ്യോ സോംബിയെ കൊല്ലണം. കൊന്നു സോംബിയെ. എന്റെ മാമന്റെ വൻ. അയ്യോ പൊട്ടിയില്ല. ഇതൊരു പോരാട്ടമാണല്ലോ അവിടെ. രാവിലെ ആവാറായി. ഒക്കെ നിന്ന് കത്തിപ്പോ. അതെ, പക്ഷെ എന്റെ മാമന്റെ മോൻ പൊട്ടൂല. അവൻ സ്ട്രോങ്ങാ. ഓക്കെ, മാമനെ കൊന്നു. മാമനോട് എന്ത് പറയും? ഞാൻ ഇവിടെ ലൈറ്ററെ കടിച്ചോണ്ടിരുന്നോണ്ട് ആൾക്കാര്. ഏടാ മോശമായി പോയി. ലൈറ്റ് എടുത്തോണ്ട് പോയി. മോശമായി പോയി. സീക്രട്ട് ബേസ് മുഖ്യം പിടിക്കലേ. നമുക്ക് മാക്സിമം അത് ചെയ്യാം. എന്നിട്ട് ഒരു പാലം റെഡിയാക്കാം. ബ്രീഡർ സെറ്റ് ചെയ്യാം. പിന്നെ ജാവ പ്ലസ് ബെഡ്റോക്ക് അല്ലേ? ജാവയുടെ ഇതിൽ ബെഡ്റോക്കിൽ പ്ലേയേഴ്സിന് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ
ജാവയുടെ എല്ലാ ഫീച്ചേഴ്സും ബെഡ് റോക്കിലോട്ട് വരും. അങ്ങനെയാണ്. നമ്മുടെ ബേസ് എല്ലാവർക്കും മിക്ക ആൾക്കാർക്ക് അറിയാവുന്നോണ്ടിട്ടാ. എങ്ങനെയാ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ വന്ന് അതാണ് മനസ്സിലാവാത്ത. നമ്മുടെ രണ്ടില് 1000 സ്റ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 3 സ്റ്റാക്ക് ആയനെ അയ്യൻ. അത് ആരും എടുത്തോണ്ടേ. മോശമായി പോയി. സാരമില്ല, നമുക്ക് ഇനി ഉണ്ടാക്കാലോ, ഗ്രൈൻഡ് ചെയ്യാലോ. ഇത്രയും പോരായേ. ഇത് ധാരാളല്ലേ തൽക്കാലത്ത്. ശരിയാ, ഇത് മതി തൽക്കാലത്തെ ഇത് മതി. നമുക്ക് എന്താ പറയാ, ബ്രീഡർ സെറ്റ് ആക്കാനും ഒരു അയൺ ഫാം റെഡി ആക്കാനൊക്കെ മതി. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഏരിയ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ബ്രീഡർ സെറ്റ് ആക്കാം. ബ്രീഡർ ഇവിടെ സെറ്റ് ആക്കണ്ട. ഇവിടെ ബ്രീഡർ നമുക്ക് ഇതിന് ക്ലോസ് ആയിട്ട് ഉണ്ടാക്കാം. ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. ചെറിയ ബ്രീഡറാ, അപ്പൊ ഇവിടെ തന്നെ സെറ്റ് ആക്കാം. അതായത് 3-4 ബ്ലോക്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രീഡർ ഞാൻ കണ്ടായിരുന്നു. അത് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ അങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും ഉണ്ടാക്കി നോക്കാൻ ഇങ്ങനെയൊക്കെ പഠിക്കുക. പിന്നെ സ്വർഗരാജ്യത്തിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്ക് വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകല്ലേ പ്ലീസ്. ഫുഡൊക്കെ എടുക്കാം, ഫുഡ് അത്യാവശ്യം തോനെയുണ്ട്. അല്ലാതെ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യുന്നതും പിന്നെ വീടൊന്നും തല്ലി തകർക്കരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ബേസ് ഈ ഒരു ഏരിയ നമ്മുടെതാന്നുള്ള രീതിക്ക് തോന്നിക്കണോടാ. അപ്പൊ പിന്നെ അധികാരം അലമ്പാക്കൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം. മൈൻക്രാഫ്റ്റ് തലപതി കണ്ടു കഴിഞ്ഞാൽ അവന്മാരൊന്ന് പേടിക്കുമായിരിക്കും. അറിയാലോ, ഞാനും ആശാനും തമ്മിൽ നല്ല ബന്ധമാണ്. അതെ, തമാശ പറഞ്ഞല്ല, ശരിക്കും ഞാനും ബാലേട്ടനും തമ്മില് നല്ല അടുത്ത ബന്ധാ. അതെ, റാം ദാമോദർ ആരാന്നറിയോ? അതറിയോ റാം ദാമോദർ ആരാന്നറിയോ? ആരാ തൂക്കിയല്ലോ നാഥ. എടാ ദിലീപിന്റെ പേരാണത് സിനിമയില്. ദിലീപിന്റെ പേര് സംശയം, ഞാൻ ഗൂഗിൾ അടിച്ചോലും കിട്ടിയില്ല. പക്ഷെ എനിക്ക് കിട്ടി. ആ സിനിമയിൽ ഒരു സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. ഞാനത് ഇങ്ങനെ ആ സക്സസ് ട്രെയിലർ കണ്ടപ്പോ പെട്ടെന്ന് അതാണല്ലോ പുള്ളിയുടെ പേര്. അതാണ് റഡാറിന്റെ ഒരു ഇത്. റാം ദാമോദർ എന്നുള്ളതാണ് റഡാറിന് എടുത്തത്. പിന്നെ അല്ല സിനിമ അത് ശരിയാ. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിട്ടുണ്ട്. എല്ലാരും കണ്ടു തുടങ്ങി, എല്ലാരും കണ്ടെന്ന് തോന്നുന്നു. അതായിട്ട് ബന്ധപ്പെട്ടൊരു ബേസാണ് ഉണ്ടാക്കാൻ പോണ അല്ലേ? അതെ അതെ അതെ, നമ്മള് ഗില്ലി ബ്രദേഴ്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ കറന്റ് ഉള്ളത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യാം. വല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിമ്പിൾ ഒന്നും ആയിരിക്കില്ല. അതെ അതെ അതെ, ഭയങ്കര ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറിയാലോ, ഞങ്ങൾ കുറച്ച് ടഫാണ്. ഞങ്ങള് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുള്ളൂ, ഭയങ്കര ടഫാണ്. ഈ എഫ് ഗെയിമിംഗ് ഒക്കെ 2 കൊലക്കുറ്റത്തിനകത്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. 3 കൊലക്കുറ്റത്തിനും. അതെ, സെക്കൻഡ് എപ്പിസോഡ്. സെറ്റ് ഇത്ര മതിയില്ല. ഈ ഏരിയ തന്നെ ധാരാളം ഇവന്മാരെ ഒന്ന് കൊണ്ടുവന്ന് ഇടാനായിട്ട്. ഈ മണ്ടന്മാര് കിടക്കാനല്ലേ. അതൊക്കെ മതി. അറിയാലോ, നമ്മൾ ടഫാണ്. നമ്മള് ഷൈൻടോ ചാക്കോനായിട്ട് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതൊക്കെ അത്ര ഉള്ളു. വേറെ റേഞ്ച് ഒന്നല്ല നമ്മളത്. 33 ആർമർ ഇട്ടാ നീ ഉണ്ടാക്കിയ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ടൂൾസ് റെഡിയാക്കാം. ആൻഡ് ഇത് ജാവ പ്ലസ് പെട്രോക്ക് ആയതുകൊണ്ട് സോഡിന്റെ ഒരു അതാണ് ഞാനിങ്ങനെ ചിന്തിക്കണേ. സോഡ് നീ ഉണ്ടാക്കിയ? ഞാൻ ജാവയല്ലേ. എടാ നീ ഇതൊക്കെ ഇതിലോട്ട് എടുത്ത് വെക്കി. ഇതെന്തിന് എത്ര സോഡ്? കൈ തട്ടിയത് തന്നെ. മറ്റേ എന്തോ ക്രാഫ്റ്റ് ഉണ്ടല്ലോ.
ഷിഫ്റ്റ് ഓൾ ക്രാഫ്റ്റ് അല്ലേ? ആ ഇരിക്കട്ടെ, നമ്മൾ ഇത്തിരി സീന അല്ലേ അറിയട്ടെ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ 3, 2, 1 ട്ടോ. എന്റെ ഒരു ആർമർ ഇല്ല. അതല്ലേ ക്രാഫ്റ്റ് ചെയ്യട്ടെന്ന് വെച്ചത്. പോയി എടുത്തിട്ട് വാ. Recap. ഈ ഷെയ്ഡറിന്റെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. ഷെയ്ഡർ മാറ്റട്ടെ. മേക്കപ്പ് മെല്ലോ ഷെയ്ഡർ ഇടാം, അത് നല്ല FPS കിട്ടും. ലൈറ്റാ, ഈ പൊട്ടാറ്റോ PC-ക്കൊക്കെ പറ്റിയ ഷെയ്ഡറാണ്. ഡീസെന്റ് ലുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PC അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ മെല്ലോ ഷെയ്ഡർ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഷെയ്ഡറാണ്, നല്ല ക്വാളിറ്റിയാണ്. ഹലോ ബണ്ണീറ്റ് കീസ്. ആഹാ, ഫാൻസ് ഒക്കെ കണ്ട. 3, 2, 1. അതെ, ഫുൾ ആർമർ ആൻഡ് ടൂൾസ്. ഞാനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറുത്തെറി വേണ്ട വേണ്ട, അങ്ങനെ വെല്ലു വിളിക്കണ്ട. അവന്മാര് നെതറേറ്റും ഡയമണ്ട് ഒക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ പണിയാണ്. നമ്മുടെ ബേസിനാരും ഗ്രീഫ് ചെയ്താ. അതാണ് അറിയാലോ, ടഫാണ്. നല്ല വീഡിയോ ആണ് കേട്ടോ. ഓക്കെ നല്ല വീഡിയോ ആണ് കേട്ടോ. ഓ എന്ത് വേണം, എയറിലെത്തി. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. ചാർജ് ചെയ്തിരുന്നു, കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ പോവാ, ടാറ്റാ. ഓക്കെ, അങ്ങനെ F ഗെയിമിംഗ് കണ്ടന്റ് പോയിട്ടുണ്ട്. നമ്മൾ ഗില്ലി ബ്രദേഴ്സ് ടഫാണ്, അറിയാലോ, ടഫാണ്. അപ്പോൾ ആരും ഇവിടെ വന്നിട്ടൊന്നും നശിപ്പിക്കരുത് ഗൈസ്. ഞങ്ങൾ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇതേ ചെറുക്കൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. പെയിലോക്ക് സ്പ്രൂസ് ഇവിടെ ഇല്ല. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, സ്പ്രൂസ് ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്പ്രൂസ് കൊണ്ടുവന്നു, അതുപോലെ പെയിലോക്ക്, പിന്നെ ഡാർക്കോക്ക് ഉണ്ടല്ലോ. ഇത് ഡാർക്കോക്ക് ആണോ? ഇത് ഡാർക്കോക്ക് അല്ല, ഇതല്ല, ഡാർക്കോക്ക് ഉണ്ട് ഗൈസ്. എല്ലാ വുഡും അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബെർച്ച് ഓക്കും ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ട് കുറേ, അതുകൊണ്ട് അതും കുഴപ്പമില്ല. സോ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റാണ്. ഇനി പതുക്കെ ഓരോന്നായിട്ട് റെഡി ആക്കിയാൽ മതി. പോടാ തോട് കൊണ്ട് അടിക്കണോ അതോ ഇത് വെച്ചിട്ട് അടിക്കണം, ആക്സ് വെച്ച് അടിക്കണം? ബെഡ്റോക്ക് ആണെങ്കിൽ സോഡ് ഭയങ്കര യൂസാണ്. ജാവ ആണെങ്കിലാണ് നമുക്ക് ആക്സിൻ്റെ യൂസ് വരുന്നത്. ഇതിലിപ്പോൾ ഏതായിരിക്കും? ബെഡ്റോക്കിൻ്റെ ഒരു അൽഗോരിതമാണോ ജാവയുടെ അൽഗോരിതമാണോ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് രണ്ടും വെച്ച് അടിച്ച് നോക്കാം, ഏതിലാണ് പെട്ടെന്ന് ചാവുന്നത് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ആൻഡ് ഗൈസ്, ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 31-ാം തീയതിയാണ്. അത് പക്ഷേ എന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി ഒരു 3 വീഡിയോസ് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, ടൈം എടുക്കും നല്ല രീതിക്ക്. കാരണം സെർവർ ആകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈം അറിയത്തില്ല. നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡിങ് ആയിരിക്കും. ഇപ്പോൾ തട്ടുകടയത്തെ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട്, അതിന് എഡിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റിലോട്ട് ആക്കണം. ബാക്കിയുള്ള അൺനെസസറി ആയിട്ടുള്ള കുറേ ടോക്സാണ്. അതിൽ ഫൺ മൊമെൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഇതിലിപ്പോൾ അധികം ടൈമില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു തീരുമാനമാക്കി വയ്ക്കാം. സോഡ ആകുമ്പോൾ കുറേ ആൾക്കാർ വരുമ്പോൾ അവരെ കൊല്ലാൻ സോഡാണ് യൂസ്, അല്ലെങ്കിൽ നമ്മുടെ ആക്സ് തന്നെ ആട്ടോ യൂസ്. സോ റീപ്ലേ ഒന്നും ഇടാൻ നിൽക്കുന്നില്ല. ഇനി എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ആൻഡ് ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.